തലസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ ആശയക്കുഴപ്പം. നെയ്യാറ്റിൻകര കാവിൻകുളത്തിൽ രോഗകാരിയായ അമീബ വൈറസിന്റെ സാന്നിധ്യമില്ല. രോഗമുണ്ടാക്കുന്ന 2 സ്പീഷീസുകളുടെയും സാന്നിധ്യമില്ല എന്ന് ആരോഗ്യവകുപ്പിന്റെ പരിശോധനാ റിപ്പോർട്ട്. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിന്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. തലസ്ഥാനത്തെ അമീബിക് മസ്തിഷ്ക ജ്വരബാധയിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. ഇതുവരെ തിരുവനന്തപുരത്ത് 7 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതിലൊരാൾ കഴിഞ്ഞ മാസം 23-ന് മരണപ്പെടുകയും ചെയ്തു. ഇതിൽ രോഗം സ്ഥിരീകരിച്ച പേരൂർക്കട സ്വദേശി ഒഴികെയുള്ളവർ അതിയന്നൂർ കണ്ണറവിളയിലെ കാവിൻകുളവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. രോഗത്തിന്റെ ഉറവിടവും കാവിൻകുളമാണെന്ന നിഗമനത്തിലായിരുന്നു ആരോഗ്യവകുപ്പ്. കുളം ഉപയോഗിച്ച് 33 പേരെ നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ കാവിൻകുളത്തിൽ രോഗകാരിയായ അമീബ വൈറസിന്റെ സാന്നിധ്യമില്ലെന്നാണ് പരിശോധനാ റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനാ റിപ്പോർട്ടിലാണ് ഇക്കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. സാമ്പിൾ ശേഖരണത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ, അതുമല്ലെങ്കിൽ അമീബയുടെ ഉറവിടം മറ്റെവിടെ നിന്നെങ്കിലും ആണോ എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളിൽ അവ്യക്തത തുടരുകയാണ്. അതിയന്നൂർ പഞ്ചായത്തിലെ 60ഓളം പേർ വിവിധ ആവശ്യങ്ങൾക്കായി സ്ഥിരമായി ഉപയോഗിക്കുന്ന കുളമാണിത്. കൃത്യമായ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് കൈമാറാത്തതും ഉറവിടം സംബന്ധിച്ചും നാട്ടുകാർക്കിടയിൽ ആശങ്ക വർദ്ധിച്ചിട്ടുണ്ട്. രശ്മി കാർത്തിക, ജനം, തിരുവനന്തപുരം.